നമസ്കാരം. ടൊയോട്ട ഇന്നോവ ഇന്ത്യക്കാരുടെ ഇടയിലേക്ക് എത്തിയിട്ട് 20 കൊല്ലമായി. ഇന്നും വിശ്വാസത്തോടെ കണ്ണും പൂട്ടി വാങ്ങുന്ന കാറാണ് ഇന്നോവ. 3 തലമുറ ആവർത്തനങ്ങളിലൂടെ കടന്നുപോയിട്ടും ഇന്നും വാങ്ങാനായി മോഹിക്കുന്നുണ്ടെങ്കിൽ അത് മൾട്ടിപർപ്പസ് വാഹനങ്ങളുടെ ഈ രാജകുമാരനെ തന്നെയായിരിക്കും. ആദ്യത്തെ ഇന്നോവയും രണ്ടാമത്തെ ക്രിസ്റ്റയും മൂന്നാമനായ ഹൈക്രോസും എല്ലാം ഇന്ത്യക്കാരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനമുള്ളവരാണ്. റീസെയിൽ വാല്യൂവിന്റെ കാര്യത്തിലായാലും ഇന്നോവയെ കടത്തിവിട്ടാൻ ഇതേവരെ മറ്റൊരു മോഡലും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇത്തരം ഒരു രാജകീയ പദവി ടൊയോട്ടയ്ക്ക് മാത്രം അവകാശപ്പെടാനുള്ളതുമാണ്. ക്രിസ്റ്റയിൽ നിന്നും ഹൈക്രോസായി മാറിയപ്പോൾ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ സ്വീകരിച്ച മറ്റൊരു സമീപനമായിരുന്നു ഡീസൽ എഞ്ചിൻ ഒഴിവാക്കണം എന്നത്. ഒപ്പം മാനുവൽ ഗിയർ ബോക്സും ഇന്നോവയിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്തു. ഡീസൽ ഒഴിവാക്കി സമ്പൂർണ്ണ ഹൈബ്രിഡ് കാറായി മാറിയ മാറ്റവും ഇന്ത്യക്കാർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇപ്പോഴത്തെ അതിനൊരു തെളിവും കൂടി കിട്ടിയിരിക്കുകയാണ്. 2022 നവംബറിൽ വിൽപ്പനയ്ക്കെത്തിയ ഇന്നോവ ഹൈക്രോസിന്റെ 1 ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴികക്കല്ല് താണ്ടിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ടൊയോട്ട. ഇപ്പോൾ ഈ വർഷം ആദ്യം ഫെബ്രുവരിയിലാണ് കമ്പനി ഹൈക്രോസിന്റെ 50,000 യൂണിറ്റ് വിൽപ്പന താണ്ടിയത്. ഇതിനുശേഷം 1 ലക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ വെറും 8 മാസം സമയം മാത്രമാണ് വേണ്ടി വന്നത്. ഡിമാൻഡ് കൂടിയതിനൊപ്പം തന്നെ നിർമ്മാണം വർദ്ധിപ്പിച്ചതും വേഗത്തിൽ ഡെലിവറി പൂർത്തിയാക്കിയതുമാണ് വിൽപ്പന വേഗം ഉയരാൻ കാരണമായത്. 7 അല്ലെങ്കിൽ 8 സീറ്റർ ഓപ്ഷനൊപ്പം ഹൈബ്രിഡ് എഞ്ചിനും കൂടി ലഭിക്കുന്നതാണ് ഹൈക്രോസിലെ പ്രധാന ഹൈലൈറ്റ്. നല്ല വലുപ്പവും അകത്തെ സ്പേസും ഒടുക്കത്തെ മൈലേജും കൂടിയാകുമ്പോൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലുണ്ട ഇന്നോവ. ഡീസൽ എഞ്ചിൻ വേണ്ടവർക്ക് ഇന്നോവ ക്രിസ്റ്റ വാങ്ങാമെങ്കിലും അതിനേക്കാൾ ആവശ്യക്കാരാണ് ഹൈബ്രിഡ് മോഡലുകൾക്ക് ഉള്ളത്. ഹൈക്രോസിന്റെ ടോപ്പ് സ്പെക് വേരിയന്റുകൾക്ക് എല്ലായ്പ്പോഴും ഉയർന്ന ഡിമാൻഡാണ് ലഭിക്കുന്നത്. 19,77,000 രൂപ മുതൽ 30,98,000 രൂപ വരെയാണ് ഇന്നോവ ഹൈക്രോസിന്റെ ഇന്ത്യയിലെ എക്സ് ഷോറൂം വില വരുന്നത്. GX, VX, VXO, ZX എന്നിങ്ങനെ ഹൈബ്രിഡ്, നോൺ ഹൈബ്രിഡ് വേരിയന്റുകളിലായാണ് MPV വരുന്നത്. 2 പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിലാണ് പുതിയ ഇന്നോവയെ കമ്പനി വിപണിയിൽ എത്തിക്കുന്നത്. അതിലാദ്യത്തേത് 2.0 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ യൂണിറ്റ് ആണ്. 172 bhp കരുത്തിൽ 205 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഇത് CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനിലേക്ക് വന്നാൽ ഇതൊരു 2.0 ലിറ്റർ 4 സിലിണ്ടർ യൂണിറ്റ് ആണ്. ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡിന് ARA സാക്ഷ്യപ്പെടുത്തിയ 23.24 കിലോമീറ്റർ മൈലേജ് ഉണ്ട് എന്നതും പലരെയും ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. പരമ്പരാഗത ലാൻഡ് ഓൺ ഫ്രെയിം നിർമ്മാണത്തിന് പകരം MPVയിലേക്ക് മോണോകോക്ക് ബോഡി കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ TNGA പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഫീച്ചറുകളുടെ കാര്യത്തിൽ എക്കാലത്തെയും മിടുക്കനായ ഇന്നോവയാണ് ഹൈക്രോസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫീച്ചർ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ 10.1 ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, 9 സ്പീക്കർ JBL സൗണ്ട് സിസ്റ്റം, ക്വിൽഡ് ലെതർ സീറ്റുകൾ, പാനോറമിക് സൺറൂഫ്, പവേർഡ് ടെയിൽ ഗേറ്റ്, മെമ്മറി ഫംഗ്ഷനോട് കൂടിയ പവേർഡ് ഡ്രൈവർ സീറ്റ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളർ, പിൻ സീറ്റുകൾക്കുള്ള പവേർഡ് ഓട്ടോമൻ സപ്പോർട്ട് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ MPVയിൽ ഉണ്ട്. ഇതുകൂടാതെ 360 ഡിഗ്രി ക്യാമറ, പാഡൽ ഷിഫ്റ്റുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയും അതിലേറെയും ഉണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, ഓട്ടോമാറ്റിക് ഹൈ ബീം റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് തുടങ്ങിയ അഡാസ് ഫീച്ചറുകളും ഹൈക്രോസിന് ശക്തി പകരാനുണ്ട്. ഇതാദ്യമായാണ് ഇന്നോവയിൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം എന്ന അഡാസ് കമ്പനി ഒരുക്കുന്നത്. എന്തായാലും എല്ലാ കാലത്തെയും പോലെ തന്നെ ഇതുവരെയും ഇന്നോവ ഇറക്കിയിട്ട് ഇതുവരെയും ഒരു നിരാശ ഉണ്ടായിട്ടില്ല കമ്പനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 20 വർഷമായിട്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്നോവയുടെ മറ്റൊരു പതിപ്പ് ഹൈക്രോസിലൂടെ വരുമ്പോഴും ഇനിയും ഒരുപാട് പ്രതീക്ഷകളാണ് കമ്പനിക്കുള്ളത്.